കൊച്ചിയിലെ മോഡൽ സെക്സ് റാക്കറ്റ് കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കേസിൽ ഗുണ്ടാ സംഘങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. 3 സ്ത്രീകളടക്കം നിലവിൽ 4 പേരെയാണ് കേസിൽ ഇതുവരെയും അറസ്റ്റ് ചെയ്തത്. ഇല്ല, ആ കേസിൽ നമുക്ക് എവിഡൻസ് ഇപ്പോൾ നമുക്ക് അറിഞ്ഞതാണ്. മറ്റേ 2 ആൾക്കാർ പുറത്തുമുണ്ട്. സോ അവരെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ അവരും ദേ ആർ ഓൾസോ ട്രൈങ് ടു കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അത് അവരുടെ ഭാഗമായിട്ട് പറയരുതാണ്. ബട്ട് അന്വേഷണത്തിന് ഒരിക്കലും ബാധിക്കില്ല. സോ അത് ഡിസ്റ്റർബ് ചെയ്യാനുള്ള രീതിയിൽ, ആരെയും ത്രെട്ടൺ ആയിട്ടുള്ള രീതിയിൽ ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോയാൽ കൃത്യമായിട്ട് നടപടി ഉണ്ടാകും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, തുടക്കം മുതൽ തന്നെ ഈ കേസിന് തുടക്കം മുതൽ തന്നെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിൻ്റെ പേര് പുറത്തു വന്നിരുന്നു. അതായത് ഔറംഗസേബിൻ്റെ കാമുകിയായിട്ടുള്ള അലീന കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ്. പക്ഷേ ഈ കേസിൽ നേരിട്ട് ഔറംഗസേബിന് പങ്കില്ലെങ്കിൽ പോലും ഇരകളെ, ഈ സെക്സ് റാക്കറ്റിന് ഇരകളായിട്ടുള്ള യുവതികളെ ഔറംഗസേബ് ഭീഷണിപ്പെടുത്തിയെന്നാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഔറംഗസേബിൻ്റെ ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ ഔറംഗസേബ് പല വാദങ്ങളും നിരത്തുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. എന്താണ് പോലീസിൻ്റെ നീക്കങ്ങൾ? ഈ ഗുണ്ടാ നേതാവ് ഔറംഗസേബ് മാത്രമാണോ, ഔറംഗസേബിനെ ലക്ഷ്യമിട്ട് മാത്രമാണോ പോലീസിൻ്റെ അന്വേഷണമുള്ളത്? ടോമി, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുണ്ടാ ബന്ധങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്രതികൾക്ക്, പ്രത്യേകിച്ച് അലീനയ്ക്ക് ഈ ഗുണ്ടാ നേതാവ് ഔറംഗസേബുമായുള്ള ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അവർ തന്നെ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ ഭീഷണി സന്ദേശം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 1-ാം പ്രതിയായ ചോയ്സ് സിന്ധു, ആ സിന്ധുവിന്റെ ഗുണ്ടാബന്ധങ്ങൾ, ബിലാൽ, അങ്ങനെ ഇവർക്കെല്ലാം തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ഇവർക്കിടയിൽ ഒരു സ്വാധീനമുള്ള ആൾക്കാരെല്ലാം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇത്രമേൽ തെളിവുണ്ടായിട്ടും പോലീസ് ഇവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കൊന്നും തന്നെ നീങ്ങിയിരുന്നില്ല. അതിനൊടുവിലാണ് ഇപ്പോൾ പരാതിക്കാരി തന്നെ ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുന്നു. തന്നെ ഭീഷണിപ്പെടുത്തി